നമസ്കാരം. റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. തീ പാറുന്ന സമരമാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടത്. യുവമോർച്ചയുടെ സമരം ഇതുവരെ കണ്ടതിൽ വെച്ച്, അതായത് ശബരിമല സ്വർണ്ണ പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംഘടനകൾ, പ്രതിപക്ഷം, കോൺഗ്രസിന്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ വലിയ സമരങ്ങൾ പല സ്ഥലത്തും നടന്നിട്ടുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന നടത്തുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ സമരമാണ് കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് യുവമോർച്ച ഇത്ര സ്ട്രോങ് ആയി ഈ സമരം സംഘടിപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു കാലഘട്ടത്തിൽ BJP-യുടെ സമരം വന്നാൽ, അല്ലെങ്കിൽ യുവമോർച്ചയുടെ സമരം വന്നാൽ, അതൊക്കെ ഒരു ആളുകൾ അത്ര വലിയ മുഖവിലക്കെടുക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. BJP-യുടെ ഒരു പ്രവർത്തകനാണ് എന്ന് പറയുന്ന സമയത്ത് പരിഹാസമേൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ട് പുറന്തള്ളപ്പെടുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു ഇന്ന് BJP-യും RSS എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഏറ്റവും സുന്ദരമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ പറയുന്ന ആളുകളെ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്താനുള്ള എല്ലാ ശേഷിയും ഇന്ന് കേരളത്തിലെ യുവമോർച്ചയ്ക്കും BJP-ക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരു സമരവീര്യത്തെ നമ്മൾ കാണാതിരിക്കരുത്. കാരണം എനിക്ക് തോന്നുന്നു അന്ന് ഈ പറയുന്ന പോലെ അനൂപ് ആന്റണി BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അനൂപ് ആന്റണി, യുവമോർച്ചയുടെ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ പറയുന്ന വലിയ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പോലീസിന് നേരെ നടത്തിയ വളരെ കൃത്യമായ വിമർശനങ്ങളുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ വന്ന് അടിക്കട്ടെ പോലീസുകാർ എന്നാണ് പറഞ്ഞത്. കാരണം മറ്റുള്ളവരെ പോലെ അല്ല യുവമോർച്ച എന്നും, ധൈര്യമുണ്ടെങ്കിൽ വന്ന് അടിക്കണമെന്നും, അങ്ങനെ അടിക്കാൻ ധൈര്യമില്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ പുറത്ത് ആളുകളെ തെരഞ്ഞുപിടിച്ച് അടിക്കുന്ന പോലീസുകാരുണ്ടെങ്കിൽ ആ പോലീസുകാരുടെ അത്തരം രീതികൾ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതിയെന്നും, ഇതിന്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ, അതായത് യുവമോർച്ചയ്ക്ക് അത്തരം പോലീസുകാരെ കൈകാര്യം ചെയ്യാൻ കൃത്യമായിട്ട് അറിയാമെന്നുമായിരുന്നു അന്ന് ഈ പറയുന്ന പോലെ അനൂപ് ആന്റണി കൃത്യമായ ഒരു തന്റെ സംസാരത്തിൽ അന്ന് ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞത്. അത് വളരെ ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിതീഷ് എന്ന് പറയുന്ന യുവമോർച്ചയുടെ നേതാവ്, ഈ പറയുന്ന പോലെ ABVP-യുടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന നേതാവ്, അതുപോലെ തന്നെ ഈ യുവമോർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോ ചുമതലയിലുള്ള BJP-യുടെ പ്രചാരകരായിട്ടുള്ള, കോഴിക്കോട് പ്രചാരകരായിട്ടുള്ള നിതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ആ സമരാവേശത്തിൽ നമ്മൾ കണ്ടതാണ്. അവരെയൊക്കെ ഒരുപാട് ആളുകൾ ആ കാര്യത്തിൽ ആ ഒരു സമരത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ രാജീവ് ജി ഉൾപ്പെടെയുള്ള, അതായത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് യുവമോർച്ചയിലെ യുവജനങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ അയ്യപ്പന്റെ സ്വത്ത് ഇവർ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അയ്യപ്പന്റെ കാര്യം ഇവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ ഒരാളെയും വെറുതെ വിടില്ല എന്നും, ഒരു തരത്തിലും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുമുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന വളരെ കൃത്യമായ, അല്ലെങ്കിൽ നമ്മൾ ഏറെ പരിഗണിക്കേണ്ടുന്ന, അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം മറ്റു പല അന്വേഷണങ്ങളും നമുക്കറിയാം, പാതി വഴിയിൽ നിലച്ചതോ അല്ലെങ്കിൽ മുന്നോട്ട് പോവാത്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളും അന്വേഷണങ്ങളും ഉണ്ട്. ഈ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന സൂചനയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. ED കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെടുകയും ഒരു പ്രാഥമികമായ അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് നടന്ന കൊള്ള, സംസ്ഥാന വ്യാപകമായി ദേവസ്വം ബോർഡുകളിൽ നടക്കുന്ന കൊള്ള, ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെയും അത് ഭരിക്കുന്ന ആളുകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന തട്ടിപ്പ്, പാവപ്പെട്ട ഭക്തജനം അവരുടെ കണ്ണീരിൽ കുതിർന്ന പണം ആ ദേവതയ്ക്ക് നൽകുമ്പോൾ അത് എടുത്തുകൊണ്ട് ഇവരുടെ സകലമായ തട്ടിപ്പുകൾക്കും വിധേയമാക്കാൻ വേണ്ടി ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു വെള്ളാനയെ സൃഷ്ടിച്ചിട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ആ വെള്ളാനയെ ഉൾപ്പെടെ കൂട്ടാനുള്ള എല്ലാ ശ്രമവുമായി ഈ BJP-യും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും VHP-യും ഒക്കെ, ഹിന്ദു ഐക്യവേദിയും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. രാജ്യവ്യാപകമായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ മൂവ്മെന്റ് ഒരുങ്ങുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. വിശ്വ ഹിന്ദു പരിഷത്ത് ഈ ദേവസ്വം ബോർഡുകളുടെ പരിമിതികളെ പറ്റി, പ്രയാസങ്ങളെ പറ്റി കോടതികളിൽ ഉൾപ്പെടെ കൃത്യമായ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കി ആ സമിതിയെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി
പിന്നെ ഒരു പ്രത്യേക രീതിയിൽ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെറും ഒരു കാര്യമല്ല. ഇത്തരത്തിലുള്ള ദേവാലയങ്ങളെ കൊള്ള സംഘങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കൃത്യമായ ഇടപെടലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ BJP സമൂലമായ മാറ്റം മാറുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ യുവമോർച്ച മാറുകയാണ്. യുവമോർച്ചയുടെ പഴയ സമരവീര്യം, ഒരു കാലത്ത് പലതരത്തിൽ നമ്മൾ പറയും പഴയ യുവമോർച്ചയുടെ ഒരു സമരവീര്യം ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന് മുന്നിലുണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു യുവമോർച്ച ഉണ്ടായിരുന്നു. ഇപ്പൊ ആ യുവമോർച്ചയ്ക്ക് കാര്യമായ ഒരു രീതിയിലുള്ള സമര വീര്യം ഇല്ല എന്നുള്ള ഒരു വലിയ പഴി കേട്ടിരുന്നു. പക്ഷെ അത് മൊത്തമായി മാറ്റുന്ന രീതിയിലേക്ക് ഇപ്പൊ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ മനപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വന്നതിന് ശേഷം, ഒരുപാട് ആളുകൾ ആ യുവമോർച്ചയുടെ ഭാരവാഹികളായി വന്നതിന് ശേഷം, അവിടെ അധീന ഭാരതി ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും ശക്തമായി അവിടെ പ്രതികരിച്ചത് യുവമോർച്ചയുടെ സമരത്തിൽ കണ്ടത് വനിതകളുടെ പ്രകടനമായിരുന്നു. അവർ വളരെ കൃത്യമായി സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കുകയും അതുപോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ബാരിക്കേഡിന് മുന്നിലേക്ക് ചാടിക്കയറുകയും ചെയ്യുന്ന തീയിൽ കുരുത്ത പ്രവർത്തകരെ നമ്മൾ ആ സെക്രട്ടേറിയറ്റ് നടക്കിൽ യുവമോർച്ചയുടെ പോരാളികളെ നമ്മൾ കണ്ടു. ഈ തരത്തിൽ യുവമോർച്ചയുടെ സമരം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് യുവമോർച്ചയുടെ ആ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ കൊണ്ടുപോകാൻ ഈ പറയുന്ന അതിന്റെ സംഘാടകർക്കും യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികൾക്കും അതിന്റെ മറ്റുള്ള ചുമതല വഹിക്കുന്ന ആളുകൾക്കും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. കാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സമരങ്ങൾക്ക് പലപ്പോഴുമുള്ള വിമർശനം എന്ന് പറയുന്നത് ആളുകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാവുന്നു, ഇനി പോലീസുകാരുടെ അടികൊള്ളുമ്പോൾ പല പ്രവർത്തകരും ഓടിപ്പോകുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ മറ്റു പല പ്രതിപക്ഷ പാർട്ടികളെ പറ്റിയും ഉണ്ടാവുന്ന സമയത്താണ് യുവമോർച്ച വളരെ കൃത്യമായി രംഗത്തിറങ്ങുകയും വളരെ കണ്ണിങ്ങായി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. യുവമോർച്ചയുടെ സമരത്തെ അങ്ങനെ അങ്ങ് തൊട്ട് കളിക്കാനുള്ള ധൈര്യം കേരള പോലീസും കാണിക്കുന്നില്ല. അതായത് താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കേരളത്തിൽ BJPയും യുവമോർച്ചയും അവരുടേതായ രീതിയിൽ അവരുടെ ആ പഴയ സമരവീര്യം പുറത്തെടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ് എന്ന കാര്യത്തിലും സംശയമില്ല.